അസ്സലാമു ബഹുമാന്യരായ ജമാഅത്ത് അസോസിയേഷൻ്റെയും കോർഡിനേഷൻ കമ്മിറ്റിയുടെയും സമാദരണീയരായ നേതാക്കളെ, ഈ സമ്മേളനത്തെ ധന്യമാക്കിയ വിശിഷ്ടാതിഥികൾ, നമ്മുടെ ഈ റാലിയും സമ്മേളനവും വിജയിപ്പിച്ച എല്ലാ സഹോദരന്മാരെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. അമ്പലപ്പുഴ മേഖലയിലെ മഹല്ല് ജമാഅത്തുകളുടെ ഒരു ഏകീകൃത കോർഡിനേഷനാണ് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഈ ദക്ഷിണ മേഖല ജമാഅത്ത് അസോസിയേഷൻ. നമ്മുടെ രാജ്യത്ത് ഈ സംഘപരിവാർ സർക്കാരിൻ്റെ മുസ്ലിം വിരുദ്ധമായ എല്ലാ സമീപനങ്ങൾക്കെതിരെയും സയനിസ്റ്റ് ഫാസിസ്റ്റ് അക്രമങ്ങൾക്കുമെതിരെയും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കെതിരായി രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്കുമെതിരായി എല്ലാ സമയത്തും ഒരു പ്രക്ഷോഭം നടത്തുന്ന ആധികാരികമായ ഒരു സംഘടനയാണ് ജമാഅത്ത് അസോസിയേഷൻ. ഇപ്പോൾ നമ്മൾ മുസ്ലിം സമുദായം എത്തിപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ ഗൗരവം വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള മുസ്ലിം മതരാഷ്ട്രീയ സംഘടനകളും മറ്റ് മതസംഘടനകളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വലിയ കോർഡിനേഷൻ ഉണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞ ഒരു മാസത്തിലേറെ കാലമായി ചെയ്ത ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്കൊരു വലിയ മഹാറാലിയും സമ്മേളനവും സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. എനിക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, ഇതിന്റെ ഭാരവാഹികൾ എന്ന് പറയുന്നത് മഹല്ല് ജമാഅത്തുകളുടെ പരിപാലന സമിതിയിലുള്ളവരും ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായ സംഘടനകളിലോ ഒക്കെ പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ പ്രക്ഷോഭങ്ങൾ, രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ നമ്മളുടെ പ്രക്ഷോഭം ഈ സവർണ ഫാസിസ്റ്റ് സർക്കാരിന്റെ സമീപനം വെച്ച് നോക്കുമ്പോൾ നമ്മളിത് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മുടെ ഈ റാലിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ സഹോദരന്മാരൊരു കാര്യം പ്രത്യേകമായി ഓർക്കണം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ സംഘടനയുള്ളത് കൊണ്ടാണ് നമുക്കിതിന്റെ പിന്നിൽ അണിനിരക്കാൻ കഴിയുന്നത്. നമുക്കൊരു 10-25 പേർക്ക് പെട്ടെന്നിറങ്ങി മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോയി ഈ രാജ്യത്ത് നിയമമൊക്കെ ലംഘിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഒരു സംഘടനയുടെ പിൻബലവും ഒരു സംഘടനയുടെ നേതൃത്വവും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവും ഒക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. എല്ലാവരും വളരെ വ്യക്തമായ ഒരു കാര്യം ഓർക്കുക, അച്ചടക്കം നമ്മുടെ സംഘടനയ്ക്ക് പ്രധാനമാണ്. സംഘടനാ നേതൃത്വം നമ്മൾ ഏത് വഴിയിലൂടെ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ വഴിയിലൂടെ പോവുകയും ഈ പരിപാടികളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളും നമുക്ക് സ്ഥിരമായി നടത്തേണ്ടി വന്നാൽ ഒരു പ്രക്ഷോഭമോ അല്ലെങ്കിൽ ഒരു സമര പരിപാടിയോ കൊണ്ട് മാത്രം നമുക്കിത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ആവശ്യം വന്നാൽ നമുക്ക് നാളെയും തെരുവിലിറങ്ങി പ്രക്ഷോഭം, നമ്മുടെ ബഹുമാന്യരായ നേതാക്കൾ പറഞ്ഞ പോലെ സമാധാനപരമായ പ്രക്ഷോഭം നമുക്ക് സംഘടിപ്പിക്കേണ്ടി വരും. അതിലെല്ലാം ഒരു കാര്യം നമ്മൾ കൃത്യമായി ഓർത്തിരിക്കണം, അച്ചടക്കത്തോടുകൂടി നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട്. നമ്മളിപ്പോ അമ്പലപ്പുഴ താലൂക്ക് ദക്ഷിണ മേഖല ജമാഅത്ത് അസോസിയേഷൻ വിളിച്ചപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള മുസ്ലിം ലീഗ്, SDPI, PDP പോലെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇരു സുന്നി സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി, കേരള നദ്വത്തുൽ മുജാഹിദീൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ വന്നത്, അസോസിയേഷൻ വിളിച്ച ഒരു വേദിയിൽ വന്നിരുന്ന ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞത് നമ്മുടെ സംഘടനയുടെ ആധികാരികമായ അല്ലെങ്കിൽ ഇതൊരു ആധികാരികമായ സംഘടനയാണെന്നും ഇത് ചിട്ടയായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംഘടനയാണെന്നുള്ളത് കൊണ്ടാണ്. അവരൊക്കെ ഈ നാട്ടിൽ രാജ്യത്ത് നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഈ രാജ്യത്ത് സമാധാനപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അവർ ജനാധിപത്യ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അവരൊക്കെ ഈ പരിപാടിക്ക് എത്തിയത് ഈ സംഘടന അസോസിയേഷൻ വിളിച്ച യോഗത്തിന് ഒരു ആധികാരികത ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, അച്ചടക്കം നിർബന്ധമാണ്. അച്ചടക്കമില്ലാതെ നമുക്ക് ഒരു സംഘടനയ്ക്കും ഒരു പ്രസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. നേതൃത്വം ഒരു വഴിയിലൂടെ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴിയിലൂടെ പോകണം. അത് നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ സംഘടനാപരമായ നിലനിൽപ്പിനും മറ്റുള്ളവർ നമുക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കും ശരിവെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. നിയമപാലകരെയും നിയമ വ്യവസ്ഥകളെയും അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ഓർമ്മയിലുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഈ സമ്മേളനത്തിന്
ദുആ കൊണ്ട് അലങ്കരിച്ച ബഹുമാന്യായ സമസ്ത കേരള ജമിയത്തുൽ കേന്ദ്ര മുഷാവറ അംഗവും മസ്ജിദുൽ ജാവ മുസ്ലിം ജമാഅത്തിന്റെ ചീഫ് ഇമാമുമായ ബഹുമാന്യായ എസ് ഹസൻ ഫൈസി ഉസ്താദിനെ ഞാൻ ഈ ദക്ഷിണ കേരള ജമാഅത്ത് അസോസിയേഷന്റെയും കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ദക്ഷിണ മേഖല ജമാഅത്ത് അസോസിയേഷന്റെ കരുത്തനായ പ്രസിഡന്റ് സലീം സാഹിബാണ്. സ്വാഗതം ആശംസിച്ച ജമാഅത്ത് അസോസിയേഷന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി താഹ സാഹിബാണ്. അവരെയും ഈ സമ്മേളനത്തിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വളരെ തിരക്കിട്ട സമയങ്ങളിൽ ഡൽഹിയിൽ അത്രയേറെ തിരക്കുള്ളൊരു നേതാവായിട്ടും നമ്മുടെ ഈ പരിപാടിക്ക് എത്തിച്ചേരാമെന്ന് അറിയിക്കുകയും കൃത്യമായി എത്തിച്ചേരുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ MP KC വേണുഗോപാൽ, അദ്ദേഹത്തിനും ഈ സമ്മേളനത്തിന്റെ പേരിലും അസോസിയേഷന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അമ്പലപ്പുഴയിൽ ഒരു പരിപാടിയിൽ അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടും നമ്മുടെ ഈ കാര്യത്തിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് കൃത്യമായി എത്തിച്ചേർന്ന് നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് ഏത് സമയത്ത് എത്താനും തയ്യാറാണെന്ന് അറിയിച്ച് ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ അമ്പലപ്പുഴയുടെ കർമ്മധീരനായ കരുത്തനായ MLA ശ്രീ H സലാം അവർകൾക്കും അസോസിയേഷന്റെയും ഈ സമ്മേളനത്തിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ബഹുമാന്യായ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ, ചരിത്ര പ്രഭാഷകനും എഴുത്തുകാരനും ചിന്ത അല്ലെങ്കിൽ സിറാജ് ഉൾപ്പെടെയുള്ള പത്രങ്ങളിലെ വളരെ എഴുത്തുകാരനുമായ ബഹുമാന്യനായ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ അലി അബ്ദുള്ള സാഹിബ്, അദ്ദേഹവും ഈ പരിപാടിക്ക് വേണ്ടി മാത്രം ഇവിടെ എത്തിച്ചേർന്നതാണ്. അദ്ദേഹത്തെയും അസോസിയേഷന്റെ പേരിലും ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിലുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ സംഘടനയുടെ ജമാഅത്ത് അസോസിയേഷന്റെ ട്രഷററും മസ്ജിദുൽ ജാവ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റുമായ ബഹുമാന്യായ ഇബ്രാഹിം കുട്ടി സാഹിബ്, അതിന്റെ ഉപദേശ സമിതി അംഗമായ CRP അബ്ദുൽ ഖാദർ സാഹിബ്, അതിന്റെ വൈസ് പ്രസിഡന്റ് നവാസ് പൊഴിക്കര, ഇവർക്കും ഞാൻ ഈ യോഗത്തിന്റെ പേരിലും ഈ യോഗത്തിന്റെയും ഈ സമ്മേളനത്തിന്റെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിയാണ്. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഒരു വലിയ നമ്മൾ കഴിഞ്ഞ ഒരു മാസമായി എടുത്ത ഒരു വർക്കിന്റെ പരിണിത ഫലമാണ് ഈ റാലി. നമ്മൾ ഇന്ന് കണ്ടതാണ്. നമ്മൾ ഇതിനു മുമ്പ് നടത്തുന്ന റാലികളിലൊക്കെ ഇത്രത്തോളം ജനബാഹുല്യവും ജനസാന്നിധ്യവും ഉണ്ടാകാറില്ല. ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ അല്ലെങ്കിൽ അതിന് പരിപാലകരും അതിന്റെ ജുമാ മസ്ജിദുകളിലും മഹല്ലുകളിലും മസ്ജിദുകളിലും എല്ലാം പറഞ്ഞ ഉസ്താദുമാരുൾപ്പെടെ നമ്മുടെ പരിപാലന സമിതി അംഗങ്ങളും നമ്മുടെ ഈ കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ നടത്തിയ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മുടെ റാലി ഇത്രത്തോളം വലിയൊരു റാലി നമുക്ക് നടത്താൻ സാധിച്ചത്. അപ്പൊ അതിനുവേണ്ടി പരിശ്രമിച്ച ഒരുപാട് പേരുണ്ട്. നമ്മൾ എടുത്തു പറയേണ്ടത് മുസ്ലിം ലീഗിന്റെ ബഹുമാന്യായ അമ്പലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് നാസർ താജ്, ജില്ലാ സെക്രട്ടറി സഫീർ പീഡിയക്കൽ, അതോടൊപ്പം SDPIയുടെ നേതാവ് സുധീർ പുന്നപ്ര, നാസർ പഴയങ്ങാടി, PDPയുടെ കരുത്തരായ നേതാക്കളായ ഷുക്കൂർ മോറിസ്, കാസിം കരുമാടി, പിന്നെ നമ്മുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള ബഹുമാന്യരായ സുന്നി സംഘടനകളിലെ നേതാക്കളായ അഹമ്മദ് സാഹിബുണ്ട്, VS ഷംസു സാഹിബുണ്ട്, A റഷീദ്, അതുപോലെയുള്ള നേതാക്കൾക്കും ഞാൻ ഈ സമ്മേളനത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ ജാഥയോടൊപ്പം നല്ല രീതിയിൽ വാഹന പ്രചരണ ജാഥയോടൊപ്പം 3 ദിവസവും കൃത്യമായി നമ്മുടെ ജാഥയിൽ പങ്കെടുത്ത കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ബഹുമാന്യായ ഇക്ബാൽ സാഹിബ്, ജമാഅത്തെ ഇസ്ലാമിയുടെ 2 യുവജന നേതാക്കൾ യാസിർ തുണ്ടിലും KM യാസിർ കോലേഴും നമ്മളോടൊപ്പം എല്ലാ പരിപാടികളിലും എല്ലാ ജാഥകളിലും അവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്കും ഞാൻ ഈ സമ്മേളനത്തിന്റെയും യോഗത്തിന്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ബഹുമാന്യായ അഷ്റഫ് സാറ്, അതോടൊപ്പം നമ്മുടെ ജമാഅത്തിന്റെ ഭാരവാഹികളുണ്ട്. നമ്മുടെ തെക്കൻ തോട്ടപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ലത്തീഫ് സാഹിബ്, അതിന് പുറക്കാട് മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ബഹുമാന്യായ നാസർ സാഹിബും ബഷീർ സാഹിബും നമ്മളോടൊപ്പം എപ്പോഴും ഉള്ളവരാണ്. അതോടൊപ്പം പിന്നെ പഴയങ്ങാടി മുസ്ലിം ജമാഅത്തിന്റെ കരുത്തനായ പ്രസിഡന്റ് സലീം സാഹിബ്, സെക്രട്ടറി ലത്തീഫ് സാഹിബ്, നമ്മുടെ കാക്കാഴം മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ബഹുമാന്യായ H ബഷീർ അത്താല, ബഹുമാന്യായ സെക്രട്ടറി സയ്യിദ് മാവുങ്കൽ, പുന്നപ്ര പറവൂർ മുസ്ലിം ജമാഅത്തിന്റെ കരുത്തനായ പ്രസിഡന്റ് ബഹുമാന്യായ CRP അബ്ദുൽ ഖാദർ, അതോടൊപ്പം ജമാൽ പള്ളാത്തുരുത്തി, പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നമ്മുടെ ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയായ ബിലാൽ സാഹിബ് ചെമ്പകപ്പള്ളി,
പൊഴിക്കര മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ഈ വാഹന പ്രചരണ ജാഥയ്ക്ക് വലിയൊരു സമാപന സമ്മേളനം നമ്മുടെ ജാഥയ്ക്ക് നടത്തി തന്ന ബഹുമാന്യായ പ്രസിഡന്റ് നവാസ് സാഹിബുണ്ട്, സുധീർ വണ്ടാനം ഉൾപ്പെടെയുള്ള മുഴുവൻ ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും സംഘാടക സമിതിയുടെയും ബഹുമാന്യരായ എല്ലാ പ്രവർത്തകരുമുണ്ട്. നമ്മുടെ ഈ അലി അബ്ദുള്ള സാഹിബിനെ ഇവിടെ എത്തിച്ചേർന്നതിനും അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളുമൊക്കെ നമുക്ക് ചെയ്തു തന്ന ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും വാഹന പ്രചരണ ജാഥയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തിയ വാഹന പ്രചരണ ജാഥയുടെ കമ്മിറ്റി അംഗമായ ബഹുമാന്യായ ജനറൽ കൺവീനറായ റഷീദ് സാഹിബ്, നമ്മുടെ വാഹനജാഥയുടെ കിഴക്കൻ മേഖലയിലുള്ള കഞ്ഞിപ്പാടം മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി നവാസ്, പിന്നെ കുന്നുമ്മ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് സാദിഖ് മുസ്ലിയാരും അതിന്റെ ജനറൽ സെക്രട്ടറി സജീർ സാഹിബ് നമ്മുടെ ആക്റ്റീവായി നമ്മുടെ ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നതാണ്. കുന്നുമ്മ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് നിസാർ കുറത്തറ, അതോടൊപ്പം റഹീം സാറുമൊക്കെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ ആത്മാർത്ഥമായ രീതിയിൽ നമ്മളോടൊപ്പം നിന്ന എല്ലാവരുമുണ്ട്. നമ്മുടെ ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിച്ചിരുന്ന ബഹുമാന്യായ റഷീദ് പോളയിൽ, പുന്നപ്രവണ്ടാനം ഷറഫുൽ ഇസ്ലാം സംഘത്തിന്റെ ട്രഷററാണ്. അതിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാന്യായ നമ്മുടെ ഫുഡ് കമ്മിറ്റി ചെയർമാനായ ബഹുമാന്യായ ബഷീർ സാഹിബുണ്ട്. അതിന്റെ കൺവീനർ നമ്മുടെ ഇജാബ ജമാഅത്തിന്റെ സെക്രട്ടറി നമ്മുടെ ഷെരീഫ് സാഹിബുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെറിയൊരു അസ്വാരസ്യങ്ങൾ നമുക്ക് അവർക്കും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ പരസ്പരം നമ്മളോട് സഹകരിച്ച അമ്പലപ്പുഴയിലെ CI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതോ എല്ലാവരും ഉപരി ഈ റാലി വൻ വിജയമാക്കി തീർത്ത നമ്മുടെ മഹല്ലുകളിലെ എല്ലാ ജനങ്ങൾക്കും, എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നീർക്കുന്നം കിഴക്കേ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ്, അദ്ദേഹം കാലിന് സുഖമില്ലെങ്കിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ബഹുമാനായ വഹാബ് പറേന്ദ്ര സാഹിബ്, നവാസ് സാഹിബ്, അതിന്റെ ജനറൽ സെക്രട്ടറി നവാസ് സാഹിബ്, അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിയുടെ എല്ലാത്തിനും പ്രചരണ സമിതിയുടെ തലവനായി, നമ്മുടെ ഈ മീഡിയ വിങ്ങിന്റെ തലവനായി വർക്ക് ചെയ്ത ബഹുമാനായ വാഹിദ് മാവുങ്കലും സയ്യിദ് കണ്ണാടിച്ചിറയുമുണ്ട്. പിന്നെ വാളണ്ടിയേഴ്സിന്റെ പ്രധാനപ്പെട്ട, അതായത് സമീർ കണ്ണാടിച്ചിറ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രവർത്തകർ നമ്മുടെ ഈ വാളണ്ടിയർ വിങ് എന്ന നിലയിൽ വളരെ ഏതാണ്ട് ഒരു 150ഓളം വരുന്ന വാളണ്ടിയേഴ്സിനെ നിയന്ത്രിച്ച് അതിന്റെ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നവാസ് മണ്ടാനത്തോടൊപ്പം സഹകരിച്ച മുഴുവൻ വാളണ്ടിയേഴ്സിനും, അതോടൊപ്പം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല, ഇത്രയധികം ആളുകൾ വലിയൊരു കൂട്ടായ്മ നമ്മുടെ ഈ പ്രവർത്തനത്തിൽ കൂട്ടായി വന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ ജുമാ മസ്ജിദ് കമ്മിറ്റികളുണ്ട്, എല്ലാവരെയും പേരെടുത്ത് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് സ്വീകരണം തന്ന തൈക്കാവ് കമ്മിറ്റികളുണ്ട്, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം നമുക്ക് ഈ ആവശ്യമായ ശബ്ദവും വെളിച്ചവും ഒക്കെ ചെയ്തു തന്ന നമ്മുടെ ഈ സൗണ്ട് സിസ്റ്റവും, അതോടൊപ്പം അതിനുവേണ്ടി പ്രവർത്തിച്ച, അതിനുവേണ്ടി പരിശ്രമിച്ച് ഇവിടെ ത്യാഗം സഹിച്ച് ഇവിടെ ഇരുന്ന കുട്ടികളോടും എല്ലാവരോടും ഈ സംഘടനയുടെ പേരിലുള്ള നന്ദി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.